വന്നിട്ട് പോയിട്ടില്ല കേട്ടാ. ക്രിസ്മസ് വെക്കേഷൻ ആയിട്ട് 2 ദിവസം നിൽക്കാൻ വന്നതാണ്. അപ്പൊ നമ്മള് പുൽക്കൂടൊക്കെ കണ്ടല്ലോ. അപ്പോ ഇന്ന് നമ്മുടെ തുന്തുരുവിന് ഞാൻ പറഞ്ഞില്ലേ, തുന്തുരു നാട്ടിൽ വന്നിട്ട് വെറുതെ ഇരിക്കുന്നില്ല. ഒരു പരിപാടി കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് പേർക്കുള്ള ചോറ്, മീൻ, കോഴി, പോർക്ക്, അപ്പൊ അത് കൂട്ടി ഞങ്ങൾ ചോറുണ്ണാൻ പോവുകയാണ്. നിങ്ങൾ ശരിക്കും അത് ഉണ്ടാക്കുന്നതാണ് ഞങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത്. അത് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു കാര്യം. അപ്പൊ ഇതായിരുന്നു ഫുഡ് കേട്ടാ. ഇതിന്റെ കൂടെ ഒരു പയറ്, പച്ചപ്പയറ്, കായും കൂടിയുള്ള ഒരു തോരനും കൂടി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് എടുത്തു വെച്ചിട്ടില്ല. ഇതൊക്കെ കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമുക്ക് കൂടിയിട്ട്. ആയിരിക്കാം അച്ഛൻ്റെ വിശന്നിട്ട് പാടില്ല. പച്ച കഴിക്കാൻ പോകണം. ഇത് കഴിഞ്ഞിട്ട് ആരും പോവല്ലേട്ടാ. അയ്യേ, ഇത് കാണിക്കാനാണോ ഈ വീഡിയോ ശരിക്കും. പക്ഷെ തുന്തുരൊരു കേരാന്ന് പറഞ്ഞ മീൻ കൊണ്ടൊരു അച്ചാർ ഉണ്ടാക്കുന്നുണ്ട്. അടിപൊളി അച്ചാർ. അപ്പൊ അതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ കേട്ടാ. അപ്പൊ അതിന് മുന്നേ നമ്മള് ഭക്ഷണം കഴിക്കുമ്പോ ഇത് കാണിച്ചു എന്ന് മാത്രം. പിന്നെ വേറൊരു സന്തോഷ വാർത്തയും കൂടി പറയാനുണ്ട്. തുന്തുരുവിന് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഇപ്പൊ വന്നിട്ട് ഇപ്പൊ 2 മാസമായി. ഈ 2 മാസത്തിനോട് കുറെ പേർക്ക് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ എല്ലാവരും തുന്തുരിനോട് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്ര നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയുന്ന തുന്തുരു, അതും നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, കോണ്ടിനെന്റൽ, കീണ്ടിനെന്റൽ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇന്നസെന്റ്, മിസ്റ്റർ ബട്ട്ലർ, അതുപോലെ എല്ലാ തരം സാധനങ്ങളും അറിയാലോ. അപ്പൊ ഇവിടെ എന്തെങ്കിലും തുടങ്ങിക്കൂടെ? ഈ ടേക്ക് അവേ ഇതുകള്, അങ്ങനത്തെ സെന്ററുകൾ ഇപ്പൊ കുറെ ഉണ്ടല്ലോ, ഷോപ്പുകൾ. ഇരുന്ന് കഴിക്കലല്ലാണ്ട് വാങ്ങിച്ചു കൊണ്ടുപോലായിട്ട്. അപ്പൊ അങ്ങനത്തെ തുടങ്ങിക്കൂടെ എന്ന് പലരും ചോദിച്ചപ്പോ തുന്തുരുവിന് അങ്ങനത്തെ ഒരു ആഗ്രഹം, അങ്ങനെ തുടങ്ങിയാലോ എന്ന്. അപ്പൊ തുന്തുരു അങ്ങനെ തുടങ്ങുകയാണ്. അച്ഛൻ ചോറിനായിരുന്നു കേട്ടാ. തുടങ്ങുകയാണ് എന്ന് ജനുവരി 1-ാം തീയതി, ന്യൂ ഇയറിന്റെ അന്ന് കേട്ടാ. ജനുവരി 1-ാം തീയതി ബുധനാഴ്ച. ഷോപ്പ് കിട്ടിയിട്ടുള്ളത് എവിടെയാണെന്ന് അറിയോ? കുരേച്ചിറയാണ്. കുരേച്ചിറയാണ് ഷോപ്പ് കിട്ടിയിട്ടുള്ളത്. അപ്പോ 11:30 അല്ലേ ഉദ്ഘാടനം. രാവിലെ 11:30 ഉദ്ഘാടനം. നിങ്ങൾക്ക് എല്ലാവർക്കും കുരേച്ചിറയിലേക്ക്, കുരേച്ചിറ പള്ളിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് സെന്റ് പോൾസ് സ്കൂളിലേക്ക് പോണ വഴിയുണ്ട്. ആ വഴിയിലാണ് ഈ കട. ചെറിയൊരു കുഞ്ഞൊരു കട. അപ്പൊ നമുക്ക് എങ്ങനെയാ എന്താവുമെന്ന് അറിയാത്ത കാരണം കൊണ്ട് ചെറിയൊരു വാടകയുള്ള ഒരു കുഞ്ഞൊരു ഷോപ്പാണ് തുന്തുരു എടുത്തിട്ടുള്ളത്. ഇവിടെ മോളില് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയിട്ട് അവിടെ വിക്കല് മാത്രം, പാഴ്സല് മാത്രം. അങ്ങനെയാണ് തൽക്കാലം വിചാരിച്ചിട്ടുള്ളത്. എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. എന്തായാലും ഒരു 4 മാസത്തെ ലീവ് ഉണ്ട്. അപ്പൊ ഇനി ഒരു 2 മാസം നോക്കട്ടെ ഇത് എങ്ങനെയാവുന്നു. ഇത് നന്നായി പോകുന്നുണ്ടെങ്കിൽ ഇത് തുടരും, അതല്ലെങ്കിൽ മാൾട്ടയിലേക്ക് അത് തുടരും. അങ്ങനെ കേട്ടാ. അപ്പൊ ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കട്ടെ. ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു ഞങ്ങൾ അച്ചാർ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അച്ചാർ ഉണ്ടാക്കാൻ പോകുന്ന മീൻ എന്ന് പറയുന്നത് കേര എന്ന് പറയുന്ന മീനാണ് കേട്ടോ. അത് ഇതുപോലത്തെ പീസുകളാക്കിയിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്. ചെറിയ ക്യൂബ്സ് ആക്കി വെച്ചിട്ടുണ്ട് തുന്തുരു. ഇനി എനിക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാ. ക്രഷ് ചെയ്യണം. മിക്സിയിലിട്ടിട്ടൊന്ന് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇട്ട് ക്രഷ് ചെയ്യാം. അപ്പം അതാണ് ചെയ്യണത് കേട്ടോ. ഒരു പാട്ട് പാടണ്ട വാവേ? മറ്റേ പാട്ട് പാടിയേ. ഒക്കെ അറിയാത്, ഫുള്ളറിയാം. എനിക്കാണ് അവൾ അതിൻ്റെ വരിയൊക്കെ പറഞ്ഞു തന്നോടുന്നത്. ഇപ്പം അറിയില്ലേ? അത് ശരി. അപ്പോൾ ഒരു പാട്ട് പഠിക്കുമ്പോൾ മുന്നേ പഠിച്ചത് മറക്കും, അത് ഡിലീറ്റ് ചെയ്ത് കളയും. എന്നിട്ടാണ് ഇത് പഠിക്കുക അല്ലേ? മെമ്മറിയിൽ സ്ഥലമില്ലാത്ത കാരണം മുന്നത്തെ പാട്ട് ഓർമ്മയില്ല. ഇത് നന്നാക്കാൻ നിൽക്കുക. കത്തി വേണോ? നന്നാക്കട്ടെ കേട്ടാ. എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഡോറ് കണ്ട, വീട് പണിയുമ്പോൾ ഒരു ആഗ്രഹമായിരുന്നു. കുഞ്ഞിമാമൻ്റെ വീടിൻ്റെ അടുക്കളയിലേക്ക് കിടക്കണ വാതിൽ ഇങ്ങനെ പകുതി വരെ മരമായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഗ്ലാസ് പെയിൻറ്റ് ചെയ്ത ഗ്ലാസ് ആയിരുന്നു. അപ്പം അമ്മയ്ക്കൊരാഗ്രഹമായിരുന്നു അങ്ങനത്തെ വേണം. എന്നിട്ടാണ് അങ്ങനത്തെ ആക്കിയത്. ഇതാക്കി 4 ദിവസം കഴിഞ്ഞുള്ളപ്പോഴത്തേക്കും കാറ്റത്ത് ഇവിടെ ഒരു സ്റ്റോപ്പർ ഉണ്ട് ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കണത്. അത് ഇങ്ങനെ വിട്ടിട്ട് ഞാൻ തന്നെയാണ് ഇവിടെ അടിച്ചു വാരി ഇതിങ്ങനെ ഒട്ടിച്ച് വെച്ചില്ല. ഇങ്ങനെ ഒരു തുണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കാറ്റ് അവിടെ നിന്ന് വീശി ഇതങ്ങോട്ട് വന്ന് ഒറ്റ അടഞ്ഞിട്ട് ഒറ്റ വരെ ചില്ല് പൊട്ടിച്ചിതറി പോയി. ആ സമയത്ത് വീട് പണി കഴിഞ്ഞ ഉടനെ കുറേ പ്രശ്നങ്ങളായിരുന്നു പിന്നേക്ക് പിന്നാലെ. ഇത് വന്ന് അടഞ്ഞ് ഇതൊക്കെ പൊട്ടി. ജനലയുടെ ചില്ലുകൾ പൊട്ട. ഊണുമേശ എത്രയോ 1-ാം തരം ഊണുമേശ പണിതിട്ടേ അതിൻ്റെ ചില്ല് പൊട്ടിയിരിക്കണം ഒരു ദിവസം.
എങ്ങനെയാണ് ഒരു പിടിയിൽ ഇത്ര കനുള്ള ഗ്ലാസ്. അത് കഴിഞ്ഞിട്ട് തുന്തുരുവിൻ്റെ കല്യാണം. അവിടെ അതിൻ്റെ പിന്നാലെ തുന്തുരുവിൻ്റെ കല്യാണം. നോട്ട് നിരോധനം ഒരു ദുരന്തം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ തുന്തുരുവിൻ്റെ കല്യാണം കേട്ടാ. അപ്പോൾ ചക്കര ഇല്ലേ അവിടെ. തുന്തുരുവിൻ്റെ കല്യാണത്തിൻ്റെ അത് നടന്ന കാര്യങ്ങളില്ലേ, നമ്മൾ വിശ്വസിക്കില്ല അതുപോലത്തെ കാര്യങ്ങളോട് നടന്നത്. കല്യാണത്തിന് നമ്മുടെ താഴത്ത് ഗോഡൗൺ ഉണ്ടല്ലോ, അപ്പം അതുള്ള കാരണം കൊണ്ട് വേറെ ഹോളൊന്നും കൊടുത്തില്ല. നോട്ട് നിരോധനം വന്നു, പെട്ടെന്ന് കാശില്ലേ കയ്യിൽ. അങ്ങനെയുള്ള കാശ് കൊണ്ടൊക്കെ തട്ടിക്കൂടിയിട്ടാണ് തുന്തുരുവിൻ്റെ കല്യാണം നടന്നത്. ലോണും കിട്ടാൻ വകുപ്പില്ല അവിടെ നിന്ന്. അങ്ങനെ എന്നിട്ട് അപ്പം താഴത്തെ ഗോഡൗണിലാണ് നമ്മൾ ഫുഡ് ഈ റിസപ്ഷൻ വെച്ചത്. ഈ റിസപ്ഷൻ വെച്ചിട്ട് കൈ കഴുകാനായിട്ട് വെള്ളം നമ്മുടെ താഴത്ത് ഒരു ടാപ്പുണ്ട്, ഒരു ബാത്റൂം ഉണ്ട് താഴത്ത്. വർക്ക്ഷോപ്പിലും അല്ലെങ്കിൽ ഈ ഗോഡൗൺ ഉപയോഗിക്കുന്നവർക്കൊക്കെ പോകാൻ അതിൻ്റെ ഉള്ളിലത്തെ ടാപ്പിൽ നിന്ന് ഓസ് ഇട്ടിട്ട് ഒരു ഡ്രം വെച്ചിട്ട് ആ ഡ്രമ്മിൽ നിന്നാണ് കൈ കഴുകാൻ വെള്ളം. അപ്പോൾ ഈ വെള്ളം കഴിയും മോട്ടർ അടിക്കും, വെള്ളം കഴിയും മോട്ടർ അടിക്കും. ഇങ്ങനെ വെള്ളം കഴിഞ്ഞ് ഇത്തിരി മോട്ടർ അടിച്ച് ഇത്തിരി കഴിയുമ്പോഴേക്കും വീണ്ടും വെള്ളം കഴിഞ്ഞു. അങ്ങനെ എന്നിട്ട് നമ്മൾ നോക്കിയപ്പോൾ എന്താണെന്നറിയോ, ഈ ബാത്റൂമിൽ നിന്നുള്ള ടാപ്പ് പോയിട്ട് ഈ ഓസ് പോയിട്ടില്ലേ, ആ ഓസ് വിട്ട് എടുക്കുക. എപ്പോഴും ചെല്ലുമ്പോഴും ഇവിടെ തുറക്കുമ്പോൾ വെള്ളം വരാണ്ടാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓസ് വിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഈ ഓസ് കണക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ വെള്ളം ബാത്റൂമിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഓസ് എന്നിട്ട് അച്ഛൻ ഇതെന്താണോ വിടണമെന്ന് വെച്ചിട്ട് നല്ലതിൽ കെട്ടി ഒരു ചരട്, പ്ലാസ്റ്റിക് ചരട് എടുത്തു കൊണ്ടുവന്ന് ചുറ്റി വരിഞ്ഞു ഇങ്ങനെ 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 കെട്ടി നല്ലോണം മുറുക്കി കെട്ടി പോയി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും വെള്ളം വരുന്നില്ല. അപ്പോൾ ഒന്ന് നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാങ്കിലത്തെ വെള്ളം കഴിഞ്ഞ് കിണർ പറ്റി. വെള്ളമില്ല, ആൾക്കാർ കൈ കഴുകാൻ വരുമ്പോൾ വെള്ളമില്ല ഭക്ഷണം കഴിച്ചിട്ട്. അവസ്ഥ ആലോചിച്ച് നോക്കിയേ. എന്നിട്ട് ഞങ്ങൾ പിന്നെ ബാത്റൂമിൽ പോയി നോക്കിയപ്പോൾ എന്നിട്ടെന്നറിയോ, ഈ അച്ഛൻ മുറുക്കി കെട്ടി വെച്ചിട്ടുണ്ടായിരുന്ന കയറില്ലേ, പ്ലാസ്റ്റിക് കയറ്, അത് തീപ്പെട്ടിക്കൊള്ളി ഉരച്ച് കത്തിച്ച് ഉരുക്കി 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 വിടിയിപ്പിച്ചിട്ട് അത് ഊരിട്ടേക്കാ ഓസ്. എന്നിട്ട് വെള്ളം പോവാ. നിലത്ത് ബാത്റൂമിൻ്റെ നിലത്ത് നിറച്ച് തീപ്പെട്ടിക്കൊള്ളികൾ. അപ്പോൾ ഇതാരായിരിക്കും? ഏറ്റവും കോമഡി എന്നിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നോട്ട് നിരോധനം വന്നപ്പോൾ 1500 പേർക്ക് വിചാരിച്ചിട്ടുണ്ടായിരുന്ന കല്യാണം ചുരുക്കി 400 പേർക്കാക്കിയിട്ടാണ്. ഏറ്റവും അടുപ്പുള്ള, നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഏറ്റവും അടുപ്പുള്ള ബന്ധുക്കൾക്ക് മാത്രമാക്കി മാറ്റിയ കല്യാണം. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ തോന്നുക? നമ്മുടെ വീട്ടിൽ തന്നെ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ആണെങ്കിൽ എപ്പോഴും ട്രിപ്പായിട്ട് മോട്ടർ അടിക്കുമ്പോൾ കറണ്ട് ഇല്ല, നോക്കുമ്പോൾ 2 ട്രിപ്പായി കിടക്കുക. 2 റൂമിലത്തെ AC, എല്ലാ റൂമിലത്തെ ഫാനുകൾ ലൈറ്റുകളൊക്കെ ഓണാക്കിയിട്ടേക്കണു, വാതിലൊക്കെ തുറന്നിട്ടിട്ട്. അപ്പോൾ ഇത്രയും ലോഡ് വരിക്കല്ലേ, അപ്പോൾ കറണ്ട് പോവാ. അങ്ങനെ എന്നിട്ട് അതൊക്കെ ഓഫാക്കും. ഇവിടത്തെ കിണർ ഒരിക്കലും പറ്റില്ല. അങ്ങനത്തെ അത്രയ്ക്കും പതാളം പോലെ ആളുള്ളതാ. ആ കിണർ വരെ ലാസ്റ്റ് പറ്റി. പക്ഷെ ആളുകൾക്ക് കൈ കഴുകാനൊക്കെ വെള്ളം തികഞ്ഞു കേട്ടാ. ഞങ്ങൾക്ക് രാത്രി ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകാൻ വെള്ളമില്ല, പൈപ്പ് തുറന്നിട്ട് വീണ്ടും വെള്ളമില്ല. എന്നിട്ട് പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസമാണ് കാലത്ത് പോയപ്പോൾ ബാക്കിലൊരു ടാപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിൽ മറ്റേ തെങ്ങിന് വല്ല മിളകും തൈക്കൊക്കെ നനയ്ക്കാൻ വേണ്ടിയൊരു ടാപ്പ്. ആ ടാപ്പ് തുറന്ന് കിടക്കുക. അപ്പോൾ പിന്നെ കൈ കഴുകാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് കൈ കഴുകാൻ 2 സോപ്പ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ 2 സോപ്പ് ബാക്കിൽ വട്ടയം വെള്ളത്തിൽ എടുക്കുന്നു. ആൾക്കാർക്ക് കൈ കഴുകാൻ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സോപ്പില്ല. ആ സോപ്പ് അവിടെ തപ്പിയിട്ട് കാണാനില്ല. ഇവിടെ വട്ടയം വെള്ളത്തിൽ എടുക്കുകയായിരുന്നു ബാക്കിൽ. പിന്നെ അപ്പോൾ ആ ടാപ്പ് തുറന്നെടുക്കുന്ന കാരണമാണ് ടാങ്ക് നമ്മൾ മോട്ടർ അടിച്ചാലും പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ടാങ്കിലത്തെ വെള്ളം കഴിയണതേ. അങ്ങനെയൊക്കെ കുറേ ദുരൂഹതകൾ ഉണ്ടായി. എന്തിട്ടാണ് അതിൻ്റെ കാരണം? നിനക്ക് ഇത്ര ശത്രുക്കളുണ്ട്? എന്ത് എന്തൊരു കല്യാണത്തിൻ്റെ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു, അതുകൊണ്ട് അതൊന്നും ഓർമ്മയില്ല. ഞങ്ങൾക്കത് ഭയങ്കര ദുരൂഹതയായിട്ട്. അത് ഇപ്പോഴും അതാരാണത് ചെയ്തത്? നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാർ മാത്രം അന്ന് ഇവിടെ കൂടിയിട്ടുള്ളത്. അതിൽ ആരായിരുന്നു ഇപ്പോഴും അജ്ഞാതമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അന്ന് വൈകുന്നേരം തുന്തുരു ചക്കരയുടെ വീട്ടിലാണല്ലോ ഫസ്റ്റത്തെ ദിവസം. അപ്പോൾ ഇവിടെ ഞങ്ങൾ പ്രസൻറ്റേഷനുകളൊക്കെ പൊട്ടിച്ചിരിക്കുമ്പോൾ ഒരു നല്ല ഭംഗിയുള്ളൊരു ഗണപതിയുടെ ഒരു സാധനം ഷോക്കേസിലേക്ക് നിറച്ച് ലൈറ്റൊക്കെ ഉള്ളത്. അത് കണ്ടപ്പോൾ ഞാൻ വേഗം ഷോക്കേസിൽ കൊണ്ടുവച്ചു. അതിൻ്റെ ഉള്ളിൽ തന്നെ കുത്താനൊക്കെ പറ്റും. അത് കുത്തി അത് ഓണാക്കി ഞാനിങ്ങോട്ട് പോകുന്നതിൻ്റെ പിന്നാലെയുണ്ട് ഹാളിൽ ആളി കത്തണം. ചെന്നപ്പോൾ ഈ ഗണപതി ഈ ഷോക്കേസിൻ്റെ ഉള്ളിലിരുന്ന് കത്തുക. എൻ്റെ ദൈവമേ. എന്നിട്ട് അത് ഊരി എടുത്തു. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടായി അന്ന്. ഞാൻ ഒന്നും മറന്നിട്ടില്ല ഇപ്പോഴും. വല്ലതും കേട്ടാ അമ്മായി പറഞ്ഞത്?
ഇവിടെ ഉണ്ടായത് അറിഞ്ഞ നീ അതന്നെ നീ അറിഞ്ഞ വല്ലത് ഉറങ്ങല്ലായിരുന്നു ആ സമയത്ത് വാവ എവിടെയായിരുന്നു അച്ഛൻ്റെ അമ്മേരും കല്യാണം കഴിയുമ്പോ? അതെ ഉറക്കാൻ തന്നെ പണിയില്ലേ? അതെ ഇന്ന് അവിടെ നിന്ന് രാവിലെ വരുമ്പോ ആദ്യം ഞാൻ കാർ അടിച്ചത്, പിന്നെ കുറച്ച് രാവിലെ അല്ലേ അപ്പൊ വണ്ടി ഓടുന്നില്ല, ചക്ര എടുത്ത് ഓടിക്കാൻ പറഞ്ഞു. ഓടിച്ച ആ കണിമംഗലം പാടെ എത്തനോടുകൂടി അവര് ചെറിയൊരു കട്ടറുണ്ടല്ലോ, ഞാൻ നിർത്ത് കാരണം ഫ്രണ്ടിലൊരു ബൈക്കാരൻ പോണ്ടേ, ആളുടെ ബാക്കിൽ നിന്ന് ഇടിച്ചാനെ. ഞാൻ നിർത്ത് അവിടെ ഇവള് ബ്രേക്ക് കട്ടി, ഇവളെന്ന് പുറകിൽ കിടന്ന് ഉറങ്ങാ, നേരെ പടക്കോ പറഞ്ഞിട്ട് ആ ഗ്യാപ്പിൽ വന്നു. ഞാൻ പറഞ്ഞിട്ടില്ലേ ബാക്കിലായാലും സീറ്റ് ബെൽറ്റ് ഇട്ടോളോ, അല്ലെങ്കിൽ ബ്രേക്ക് പെട്ടെന്ന് ചവിട്ടുമ്പോ വീഴുന്ന് പറഞ്ഞിട്ടില്ലേ അമ്മായി? ഇപ്പൊ മനസ്സിലായില്ലേ? ഞാൻ തിരിഞ്ഞോക്കി ഇവളെ കാണല്ലേ, ഇതിന്റെ ഇടയിൽ എണീറ്റ് വരുന്നു അല്ലേ എന്റെ കാല് എന്ന് പറഞ്ഞിട്ട്. അയ്യോ പാവം പിയക്കുട്ടി. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എടുത്തു. ഇത് ക്രഷ് ചെയ്യണം എന്നാണ് പറഞ്ഞേ. ഇനി മീനിൽ മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് ഒന്ന് വറക്കണത്. ആ മഞ്ഞപ്പൊടി ഉപ്പ് മാത്രമേ ഇടുള്ളൂ. ഇത് നീ എവിടെ നിന്ന് പഠിച്ച റെസിപ്പിയാ? ഇത് ശ്രീലങ്കൻ സ്റ്റൈലാ. ഓഹോ ശ്രീലങ്കൻ. എൻ്റെ അമ്മ ഇവിടത്തെ അച്ചാറല്ലാട്ടത് ശ്രീലങ്കനാന്ന്. ഇത്രയും വലിയ പാത്രത്തിലിട്ടിട്ട് മിക്സ് ചെയ്യാൻ പോണേ? കുഴപ്പമൊന്നുമില്ല. അല്ല കൈ ഇട്ട് ഇളക്കുമ്പോ നമുക്ക് യഥേഷ്ടം ഇട്ട് ഇളക്കാലോ, പുറത്തീ പോകുന്നു പേടിക്കണ്ട. മീൻ്റെ കളർ കുറച്ച് മങ്ങിയിട്ട് ആ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്ന മീനാണ്. ഉപ്പിടുന്നു, മഞ്ഞപ്പൊടി ഇടാൻ പോണ. അപ്പോൾ ഉപ്പുപൊടിയും മഞ്ഞൾപ്പൊടി ഇതിൽ ഇട്ടുട്ടാ. അപ്പോൾ ഇത് അപ്പുറത്തെ ചീഞ്ചട്ടി ഇതേ തീ കത്തിക്കാൻ പോവാണ്. തീ കത്തിച്ചു, വെളിച്ചെണ്ണ ഒഴിക്കണു കേട്ടാ. ഇനി ഇത് മിക്സ് ചെയ്യാൻ പോവാ. ഇത് മിക്സ് ചെയ്യുമ്പോഴേക്കും വെളിച്ചെണ്ണ ചൂടാവില്ല, അപ്പം അത് കാരണം ഇത് മിക്സ് ചെയ്യാൻ പോവാണ്. ഇത് മിക്സ് ചെയ്ത് വെക്കൊന്നും വേണ്ട അല്ലേ, നേരെ കൈയോടെ ചെയ്യാം. നേരെ നമുക്ക് മിക്സ് ചെയ്തിട്ട് വറക്കാം. നമ്മുടെ നാട്ടിലുണ്ടാക്കുമ്പോൾ മറ്റേ മുളക് പൊടിയൊക്കെ ഇടവില്ല, മസാലകളൊക്കെ ഇട്ടിട്ട് പിന്നെ വറക്കാം. എല്ലാ മസാലയും അതിലിട്ടാൽ മതി. ആ തിരുമ്പി. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ചൂനിയ മുളക് കേട്ടാ, കാന്താരി മുളക്, അതൊന്ന് ക്രഷ് ചെയ്യാൻ പോണു. ഇതുപോലെയൊക്കെ എടുത്തു അതില്ലേ, കറി മതി. ഓയിൽ ചൂടാണ്ട് വറക്കട്ടെ. ഇല്ലല്ലേ, 2 ട്രിപ്പായിട്ട് വറക്കണ്ടേ. ഇതായിട്ടാ അപ്പം ഇത് എടുക്കുകയാണ്. ഇതിപ്പോൾ എന്തോരാ മീൻ? അതൊരു 1 കിലോ. 1 കിലോ ഉണ്ട് അത്. പിന്നെ ഇത് വറക്കട്ടെ കേട്ടാ. ഇതൊന്നൊരു ഷോപ്പിൽ എന്തിട്ടൊക്കെ സാധനങ്ങളെ വെക്കാൻ ഉദ്ദേശിക്കണേ? അവിടെ ബിരിയാണി, ഹൈദരാബാദി ബിരിയാണി, ചിക്കൻ ബിരിയാണി, പിന്നെ ചിക്കൻ റോസ്റ്റ്, ചിക്കൻ കറി, ഫിഷ് കറി, പോർക്ക് ഫ്രൈ, ബീഫ് കറി, ബീഫ് ഫ്രൈ, പിന്നെ ചിക്കൻ 65, അങ്ങനെ പിന്നെ ഫിഷ് ഫ്രൈകൾ ഒക്കെ ഏതാ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് കൊഴുവ, മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഫിഷുകൾ നല്ലത് നോക്കിയിട്ട്. പിന്നെ സൂപ്പ്, ഒരു ചിക്കൻ സൂപ്പൊക്കെ സൂപ്പ് കുറെ, അത് ഒരിക്കലും കിട്ടില്ല സൂപ്പ്, അതുകൊണ്ടൊന്ന് വെച്ച് നോക്കാൻ വെച്ചിട്ടാ. സൂപ്പിന് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടോന്ന് അറിയണം, ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളത് വെച്ച് നോക്കിയിട്ട്. അല്ല കുറെ പേർക്ക് സൂപ്പ് ഇഷ്ടമാണ്, പക്ഷെ അതങ്ങനെ പെട്ടെന്ന് കിട്ടില്ല. എവിടെ ഹോട്ടലുകളിൽ പോയാൽ കിട്ടും, സാധാരണ റെസ്റ്റോറൻറ്റിലൊന്നും പോയി കിട്ടില്ല. ഇല്ല 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയി ഉണ്ടാവും. അപ്പം ഞാൻ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കട്ടെ. ചിക്കൻ സൂപ്പ്. പിന്നെ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടാക്കിയ ഹൈദരാബാദി ബിരിയാണി, അത് കുറേ പേരുണ്ടാക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടാ.
ഉണ്ടാക്കി നോക്കാൻ മടിയുള്ളവർ ഉണ്ടാക്കാൻ നിൽക്കണ്ട, തുന്തുവിൻ്റെ അടുത്ത് വന്നാൽ മതി. കുരിച്ചിറക്കി വന്നാൽ കിട്ടും. റേറ്റ് കൂടുതലായിരിക്കും, മറ്റേ ബിരിയാണിയുടെ വിലയ്ക്ക് ഇത് കിട്ടില്ല. അല്ലെങ്കിൽ കുങ്കുമ ഉപ്പുമൊക്കെ ഇടണതല്ലേ, അതുകൊണ്ട് അരിക്കും ഇതിന്റെ ഭയങ്കര വിലയാണ്. എല്ലാ സാധനങ്ങളും വില കൂടുതലാണ്. ഒരു മാസം കഴിയണം നമുക്ക് കറക്റ്റായിട്ട് അറിയുള്ളൂ എല്ലാം നോക്കിയത്. രണ്ടാമത്തെ സ്റ്റെപ്പ് വറുത്ത് കോരുന്നു. മീൻ കംപ്ലീറ്റ് ഇതേ വറുത്ത് കോരി വെച്ചു. ചേട്ടൻ ക്യാമറയുടെ പിന്നിലാണ്, എന്നാലും വന്ന് ഉപ്പൊക്കെ നോക്കി മീനിൽ ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും ചേട്ടന് സംശയം. കാരണം ഉപ്പും മഞ്ഞളും തേച്ച അപ്പം തന്നെ വറുത്തല്ലോ, അപ്പം അതുകൊണ്ട്. പക്ഷെ അത് കഴിച്ചു നോക്കി ആള് ഉറപ്പ് വരുത്തി. എന്തു ചേട്ടാ ഉപ്പുണ്ട് സംതൃപ്തി അടഞ്ഞു, ഉപ്പ് പിടിച്ചിട്ടുണ്ട്. അപ്പം ഇനി ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ മീൻ വറുത്ത വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ അത് ചെയ്യാൻ പോണേ. ആ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിക്കണത്. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് കേട്ടോ ഞങ്ങൾ ചെയ്യണത്. ഞങ്ങളിത് പോവാ, ശരിക്കും ഇന്ന് ഒല്ലൂർക്ക് ഞങ്ങൾ പോവാൻ നിൽക്കായിരുന്നു. അപ്പോഴാണ് തുന്തുരു അച്ചാറുണ്ടാക്കുന്നത് കണ്ടപ്പോൾ തോന്നി ഇത് വീഡിയോ ആക്കാമെന്ന്. ഇതൊരിക്കലും നമ്മൾ വീഡിയോ ഇത് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല. അങ്ങനെ പ്ലാനൊക്കെ ചെയ്ത് ഞാൻ അവിടെ ചെയ്തേനെ. ഇതിപ്പോൾ ഇവിടത്തെ പരിമിതമായ ഒരു എന്താ പറയുക സൗകര്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കണം കേട്ടാ. ഇവിടുത്തെ കുഞ്ഞടുക്കളയാണ്. ഫംഗ്ഷന് പഠിച്ചിട്ടുള്ള മീനെ കുറച്ച് ബാക്കിയില്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അച്ചാറുണ്ടാക്കാമെന്ന് വിചാരിച്ചു. തുന്തുരു വളരെ ശാന്തനും സൗമ്യനും സൽസ്വഭാവിയും സുമുഖനും സുന്ദരനൊക്കെയാണ് കേട്ടോ. കമൻസ് വരാറുണ്ട് അങ്ങനെ. പിന്നെ വീഡിയോ ഇവനെ കണ്ടാലും അറിയാമല്ലോ, അങ്ങനെ ഒരു ഇങ്ങനെ തൃശ്ശൂർക്കാർ പറഞ്ഞു അങ്ങനെ ഒരു ഏറിയ ടൈപ്പ് അല്ല എന്ന് പറയും. അങ്ങനെ അതുപോലെ കുറേ പേര് പറയുന്നത് തുന്തുരുവിന് എൻ്റെ ചായയാണ് ജഗ്ഗുവിന്. തുന്തുരുവിൻ്റെ അവൻ പറയും തുന്തുരുവിൻ്റെ സ്വഭാവം കിട്ടിയത് ജഗ്ഗുവിനാന്ന് പറയും. ജഗ്ഗും ഒരു ശാന്ത പ്രകൃത ആണല്ലോ, അവൾക്ക് പ്രയാഗയ്ക്ക് എൻ്റെ സ്വഭാവം കിട്ടിയാണെന്ന് പറയും. നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചുള്ള സാധനം ഇടാൻ പോട്ടെ. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇടുന്നു. അത് കളയും. ആ കുപ്പിയോടെ കൊണ്ടുവച്ചിട്ടുണ്ട് വന്നേ. ശ്രീലങ്കക്കാരൻ വല്ല ഷെഫുമാരുണ്ടായിരുന്നോ? ഒരു തമിഴ്നാട്ടുകാരനുണ്ടായിരുന്നു എൻ്റെ കൂടെ. അയാൾക്ക് കുറച്ച് ശ്രീലങ്കൻ ഫുഡുകൾ അറിയാം. എവിടെയാ? മാൾട്ടയിൽ. അപ്പോൾ ആളൊരു ദിവസം ഇങ്ങനെ ഫുഡ് കഴിക്കാൻ നേരത്തെ ആൾക്ക് മീൻ ഭയങ്കര ഇഷ്ടമാണ്. മീൻ വേണം 3 നേരം. അപ്പം മീനൊരു ദിവസം ടൂണാവുന്ന കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പം അത് വെച്ചിട്ട് ആൾ ഉണ്ടാക്കിയത് അവിടെയുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ടോ. പക്ഷെ അവിടെ എല്ലാ സാധനവും കിട്ടില്ലല്ലോ. ഈ ഉലുവ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ആള് കിട്ടിയ സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കിയ അച്ചാറാണ്. അച്ചാറ് പക്ഷെ അത് ഇതുപോലെ ഒരു വലിയ ഒരു പാത്രം നിറച്ചുണ്ടാവും. പക്ഷെ അത് ഒറ്റ ദിവസം കൊണ്ട് തീർന്ന സാധനം. അതെ, ഇത് മൂക്കണല്ലേ? അതൊന്ന് മൂക്കണം. ഇഞ്ചിയുടെയും ഇതിൻ്റെയൊക്കെ അടിയിൽ പിടിക്കും. എന്താ പറയുക, ഈ ഉരുളിയാവുമ്പോൾ. നമുക്ക് മൂത്തുണ്ട്, നമുക്ക് മസാല ഇടാം. ഓക്കെ, തീ കുറയ്ക്കണോ? അല്ല, തീ കുറവതിൽ. ഈ അടുപ്പ് തീ കുറവാട്ടാ. ഇതിലേക്ക് ഇടാൻ പോകുന്നത് ആദ്യം ഇടാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി 2 സ്പൂൺ ഇട്ടുണ്ട്. മുളക് പൊടി 6 സ്പൂൺ മുളക് പൊടി ഇട്ടുണ്ട്. എണ്ണ ഒഴിക്കണം. ഉപ്പിടുന്നു. ഉപ്പ് ഇട്ടിട്ടാണ് നമ്മൾ മീൻ വറുത്തത്. എന്നാലും ചാറിലേക്ക് മസാല ഇട്ടത് മൂത്തുണ്ട്. നമുക്കിതിലേക്ക് വിനീഗർ ഒഴിക്കാം. അതിൻ്റെ ഇടയ്ക്ക് തുന്തുരുവിന് കോള് വന്നിട്ട് പോയി. ആ സമയത്ത് കുറച്ച് മീൻ കഷ്ണങ്ങൾ അപ്രത്യക്ഷമായിട്ടുണ്ട്.
അതിന്റെ ഉത്തരവാദി ക്യാമറയുടെ പിന്നിൽ നിന്ന് ചിരിക്കുന്നുണ്ട്. ചേട്ടൻ പറയണേ ഈ മീൻ ഇപ്പൊ തിന്നാൻ രസം, ഇത് അച്ചാറിട്ട് കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളില്ലാന്ന്. അങ്ങനെയല്ലേ അങ്ങനെ പറഞ്ഞിട്ടാണ് ആള് ഇത് തിന്നോണ്ടിരിക്കുന്നത് കേട്ടോ. പറക്കി തിന്നുമ്പോ ഞാൻ അങ്ങനെ നോക്കണേ പറയാ ഇത് ഇപ്പോഴ രസം. മീനിടാം ഇനി വേണമെങ്കിൽ ഞാൻ പറഞ്ഞിടാം. അത്യാവശ്യം നല്ല ചുമയും തുമ്മലൊക്കെ വരുന്നുണ്ട്. ഇവിടെ എക്സോസ്റ്റ് ഫാൻ ഉണ്ട്, അത് നമ്മൾ ഷൂട്ട് ചെയ്യണതിന് തടസ്സാവോ സൗണ്ട് വെച്ചിട്ടേ അത് ഇട്ടിട്ടില്ല. അപ്പം ഞാനത് ഇട്ടു. മസാലകളൊക്കെ നോക്കുമ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ചുമ കേൾക്കാം. ഉറങ്ങാൻ കിടുന്നവരൊക്കെ പെണീറ്റ് വരും, അമ്മയും ചക്കരയൊക്കെ. അച്ഛൻ തേണീറ്റു, അച്ഛനല്ലെങ്കിൽ എന്നിട്ട് ചുമ. ഉപ്പ് പുളിയൊക്കെ വേണേ നോക്കിയിട്ട് ഇടാം അല്ലേ? വിനാഗിരിയൊക്കെ നോക്കിയിട്ട് ആൾക്കാർക്ക് പുളി കുറവാണെങ്കിൽ ഒഴിക്കാൻ തോന്നുന്നുണ്ട്. പുളിയുണ്ട്, എരിവുണ്ട്. ഉപ്പ് ആവാൻ തോന്നുന്നു. അധികം കഴിക്കാൻ പറ്റില്ല, വാരി വാരി തിന്നാൻ പറ്റില്ല. എരിവുണ്ട് നല്ലോണം. ആ അച്ചാറിൽ എരിവും ഉപ്പും പുളിയും ഒക്കെ മുന്നേക്ക് നിൽക്കുമല്ലോ, കാരണം നമ്മൾ ഇത്തിരീശൽ എടുക്കുള്ളൂ. സിമ്പിൾ പെട്ടെന്ന് ഉണ്ടാക്കൽ കഴിയൂല്ലേ? ഇത് എത്ര നാൾ വരെ ഇരിക്കും കേടാവാണ്ട്? അധികം നാളിരിക്കില്ല എന്ന് തോന്നുന്നു അല്ലേ? വെള്ളം നമ്മൾ തൊട്ടില്ലല്ലോ, ഒരാഴ്ചക്ക് ഇരിക്കുന്നു. വെള്ളം തീരെ ഒഴിക്കാത്ത ഇത് നോക്കാം എത്ര ദിവസം ഇരിക്കുന്നു കേട്ടാ, പൂപ്പലൊന്നും വരാണ്ട്. ഇവിടെ ആയതുകൊണ്ട് ഇരിക്കാതെ ഞാൻ പറയാൻ വരെ. അവിടെയാണെങ്കിൽ ഇത് എരിവൊന്നും ചേട്ടന് ബാധകല്ല, എടുത്തു തിന്നു. മീനാവുമ്പളേ ചേട്ടന് കൺട്രോൾ കിട്ടില്ല. ചിക്കൻ ആണെങ്കിലോ ബാക്കി സാധനങ്ങളൊന്നും ചേട്ടന് അത്രയ്ക്കാൻ കിടില്ല. പക്ഷെ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വീക്ക്നെസ്സാ. ഞാൻ പറഞ്ഞ ഷെഫിനെ പോലെ നമുക്ക് 3 നേരം വേണം മീൻ. ആളൊന്നും ചോദിക്കും അന്നെന്താ സ്റ്റാഫിനെ കൊണ്ട് ചിക്കനാണ്. നാളെ എന്തെങ്കിലുമൊക്കെ വെട്ടിക്കൂട്ടി എന്തെങ്കിലും ഒരു മീൻ ഇട്ടിട്ട് ആളുണ്ടാകും. അടിപൊളി ടേസ്റ്റാണ്, ഭയങ്കര സിമ്പിൾ ആണല്ലേ. ഇതിന് മാറ്റിയിട്ട് നമുക്കൊരു ചില്ലുകുപ്പിയിലേക്ക് വയ്ക്കാം. കാരണം പുളിയുള്ള സാധനമല്ലേ ഈ പാത്രത്തിൽ വെക്കേണ്ട അധികം നേരം. മീനച്ചാറ് റെഡി ആയി കഴിഞ്ഞു. വളരെ സിമ്പിൾ ആയിട്ടുള്ളത്. തുന്തുരുവിൻ്റെ മീനച്ചാർ നമുക്ക് പറയാൻ പറ്റില്ല, ശ്രീലങ്കൻ ആണ്. തുന്തുരുവിൻ്റെ മാൾട്ടയിൽ ഹോട്ടലിലുള്ള ഒരു തമിഴ്നാട്ടുകാരനായിട്ടുള്ള ഷെഫാണ് പെട്ടെന്ന് ഒരു ദിവസം കഴിക്കാൻ വേണ്ടിയിട്ട് വെറുതെ സ്റ്റാഫിന് വേണ്ടി ഉണ്ടാക്കിയത്. നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊന്ന് ഫോളോ ചെയ്തതാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട്. ഇത് ആണെങ്കിൽ ഒന്ന് ഇരിക്കണല്ലോ അല്ലേ? അച്ചാറാകുമ്പോൾ ഉപ്പും പുളിയൊക്കെ പിടിച്ചാലാണ് നാളത്തേക്ക് കാണാൻ ടേസ്റ്റ് അറിയുള്ളൂ. എല്ലാവരും ഉണ്ടാക്കി നോക്കി. അതെ, ഇന്നലെ കൊണ്ടുവന്ന അച്ചാറാ. നമ്മൾ ഇന്നലെയൊക്കെ ഒരുവിധം കഴിഞ്ഞു തുടങ്ങി. ഇത്തിരി കൂടി ഉള്ളോ. ഞാൻ ടേസ്റ്റ് ഇതിൻ്റെ ഒന്നും നമ്മൾ പറഞ്ഞില്ലല്ലോ. ഭയങ്കര ടേസ്റ്റാ. അതായത് വളരെ സിമ്പിളായിട്ടുള്ള സാധനം, നല്ല ടേസ്റ്റ്, അത് നമുക്ക് മടുക്കൂല, അങ്ങനെ ഗുണമുണ്ട് കേട്ടോ. അപ്പോൾ ഈ അച്ചാർ നിങ്ങൾ ഉണ്ടാക്കി നോക്കി നോക്കുക.